ഹൃദയകാരിയായ പൈൻ മരങ്ങളുടെ തണലിൽ ഇതിൽ വിരിയുന്ന മനോഹരമായ ഈ പ്രഭാതത്തിൽ ചിത്രദർശനത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു പുലർക്കാലം ആശംസിക്കുന്നു. ഇന്ന് 2025 മെയ് 24 ശനി. ഇന്നത്തെ ചിത്രങ്ങൾ വാഗമണിലെ പൈൻ ഫോറസ്റ്റിന്റേതാണ്. ഈ ഹൃദയകാരിയായ ചിത്രങ്ങൾ ഞാൻ എടുത്തത് മിനിയാന്ന് ഉച്ചയ്ക്ക് ശേഷം. വാഗമണിൽ ഇപ്പോൾ മഴ തുടങ്ങി. കേരളത്തിലെല്ലായിടത്തും തന്നെ മഴ തുടങ്ങി. ഞാനിത് പറയുമ്പോൾ വെളിയിൽ മഴ ചാർന്നുണ്ട്. വാഗമണിന്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്ന് 6 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ പൈൻ ഫോറസ്റ്റാണ്. ഒരു മലഞ്ചെരുവാണ്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം. ഈ സ്ഥലം നമുക്ക് അവിശ്വസനീയമായ ഒരു അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. പണ്ടൊക്കെ ഈ ഓളങ്ങൾ എന്ന് പറഞ്ഞ സിനിമ ബാലു മഹേന്ദ്രയുടെ ഒരു സിനിമയായിരുന്നു. കുറേ വർഷം മുമ്പാണ്. അമോൽ പലേക്കറും പൂർണിമ ജയറാമും ഒക്കെ അഭിനയിച്ച ആ ഫിലിമില് ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് 85-86 ആ സമയത്തും കണ്ടാണ്. ആ സമയത്താണ്. അപ്പം ആ പൈൻ ഫോറസ്റ്റ് കണ്ടപ്പോ ഇത് എന്തൊരു ഭംഗിയാണ് എന്ന് ഞാൻ ഓർത്തിരുന്നു. അതിനുശേഷം ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചത് 95-96 കാലഘട്ടത്തിലാണ്. പിന്നെ ആദ്യത്തെ കല്യാണം ഫോട്ടോ എടുത്തത് 98 ഒക്ടോബറിലാണ്. ഏതാണ്ട് ഒരു 2000 കൂടി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഈ കപ്പിളിനെ കൊണ്ട്, അന്ന് പോസ്റ്റ് വെഡിങ് ഷൂട്ടല്ല, പ്രീ വെഡിങ് ഷൂട്ടല്ല, പോസ്റ്റ് വെഡിങ് ഷൂട്ടാണ്. പല സ്ഥലങ്ങൾ പോകുന്നതിനിടയിൽ കോട്ടയത്തു നിന്നും ഏകദേശം ഒരു 60 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വാഗമൺ. അന്ന് വാഗമണ്ണിൽ കുറച്ച് തോട്ടം തൊഴിലാളികളല്ലാതെ, പിന്നെ അവിടെ കുറച്ച് പേര് കയ്യേറിയൊക്കെ താമസിക്കുന്നവരല്ലാതെ മറ്റൊന്നുമില്ല. ടൂറിസമൊന്നുമില്ല. ഒരു ചായക്കടയില്ല. ഇപ്പോ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ താഴെന്ന് ഈരാറ്റുപേട്ട സ്ഥലത്തു നിന്നൊക്കെ ജീപ്പിലോ, വഴിയൊക്കെ ഇപ്പം നല്ല ഭംഗിയായിട്ടുള്ള വഴികളാണ്. ഇപ്പോ ജീപ്പിലോ ഒക്കെ വേണം പോകാൻ. അങ്ങനെ ചെന്നാല് സ്വർഗതുല്യമായ കാലാവസ്ഥ, പച്ചപ്പേ ഉള്ളൂ. എവിടെ നോക്കിയാലും ഇരുണ്ട പച്ച നിറാണ് താഴെ. അപ്പോ അന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് ഈരാറ്റുപേട്ടിൽ നിന്ന് 8-10 യുവാക്കള് വന്ന് ഭക്ഷണവും ബീറോ അതുപോലെയുള്ള മദ്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ട് അവിടെ എവിടെയെങ്കിലും തമ്പടിക്കുക, ഭക്ഷണം കഴിക്കുക, ഉല്ലസിക്കുക, ബഹളം ഉണ്ടാക്കുക, പാട്ട് പാടുക, ഒരു കുഴപ്പമില്ല, തിരിച്ചു വരിക. അന്ന് ഈ പൈൻ ഫോറസ്റ്റിലേക്ക് ഉള്ള എൻട്രി എന്ന് പറയുന്ന ഒരു ഇടുങ്ങിയ വഴിയാണ്. അവിടെയെങ്കിലും ഒരു കടയൊന്നുമില്ല. ഇപ്പോ ഞാൻ ഇതിനകത്ത് ആ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പൈൻ ഫോറസ്റ്റിനെ അങ്ങോട്ട് ഞാൻ എടുത്തിരുന്നു. വലിയ ഭംഗിയുള്ളതല്ല, മുഴുവൻ നീലപ്പെടുതാക്കിയുള്ളത്, അതുകൊണ്ടാണ് ഉൾപ്പെടുത്താറുള്ളത്. ഒരു 100 കട കാണും 2 സൈഡിലൂടെയായിട്ട്. പിന്നെ അവിടെ ഈ ഇടുക്കി ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ ഇന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 30 രൂപ. ഫോട്ടോഗ്രാഫി, സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്ക് 100 രൂപ. വീഡിയോ ക്യാമറയ്ക്ക് 250 രൂപ. വെഡിങ് ഷൂട്ടിന് 500 രൂപ. ഫിലിം ഷൂട്ടിങ്ങിന് 25,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പൈസയൊക്കെ വേണം. വലിയ ഒരു അനുഭവമാണ്. അവിടെ നിന്ന് മൊട്ടക്കുന്നിന്റെ വ്യൂ ഉണ്ട്. താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിലെ താഴേക്ക് ഇറങ്ങി മറ്റൊരു സ്ഥലത്ത് പോകും. അപ്പൊ ഇതിനകത്തുള്ള ചിത്രങ്ങളിൽ പൈൻ ഫോറസ്റ്റ് അല്ലാതെ പൈൻ ഫോറസ്റ്റിന്റെ ടോപ്പ്, ആ മോളിൽ നിന്നുള്ള വ്യൂ കാണിക്കുന്ന ഇതിന്റെ എതിർവശത്തുള്ള ഒരു മലയുടെ മുകളിൽ നിന്നാണ്. അങ്ങനെ വിവിധ രീതിയിലുള്ള പടങ്ങൾ. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അന്നൊരു വീക്കെൻഡൊന്നും അല്ല, പക്ഷെ ഇപ്പൊ വെക്കേഷനാണല്ലോ.
ധാരാളം ആളുണ്ടായിരുന്നു. നല്ല അനുഭവമായിരുന്നു. ആ ചിത്രങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബഹുമാനത്തോടെ, ഒത്തിരി ഇഷ്ടത്തോടെ ഞാൻ ഗോപനമ്പാട്.